നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എന്തായാലും പ്രവാസികളെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം പ്രവാസികളുടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവം വീണ്ടും വർദ്ധിച്ചു വരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം മറ്റ് വാർത്തകൾ നോക്കാം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ. ബിഗ് ടിക്കറ്റ് സീരീസ് 289 ഡ്രോയിൽ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള 5 പ്രവാസികൾക്ക് സമ്മാനം. ഓരോരുത്തർക്കും സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം ദിർഹം വീതമാണ് ലഭിച്ചത്. വിജയികളിൽ 3 പേർ മലയാളികളാണ്. കേരളത്തിൽ നിന്നുള്ള വിജയികളിൽ ഒന്നാമത്തെയാൾ 28 വയസ്സുകാരനായ അഖിൽ ചന്ദ്രനാണ്. സെയിൽസ് കസ്റ്റമർ സർവീസ് മേഖലയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷമായി UAE-യിൽ കഴിയുന്ന അഖിൽ സുഹൃത്തുക്കളുടെ സംഘത്തോടൊപ്പം എല്ലാ മാസവും ബിഗ് ടിക്കറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അഖിലിന്റെ ആദ്യ ബിഗ് ടിക്കറ്റ് വിജയമാണിത്. സുഹൃത്തുക്കളിൽ ഒരാൾ തെരഞ്ഞെടുത്ത ടിക്കറ്റാണ് സമ്മാനാർഹം ആയത്. തനിക്ക് ലഭിച്ച സമ്മാനത്തുക സേവിംഗ്സിലേക്ക് മാറ്റിവെക്കാനാണ് അഖിലിന്റെ തീരുമാനം. വിജയിയായ രണ്ടാമത്തെ മലയാളി സയ്യിദ് അലവിയാണ്. കഴിഞ്ഞ 17 വർഷമായി അദ്ദേഹം UAE-യിൽ തന്നെയാണ് താമസിക്കുന്നത്. സ്കൂൾ വാച്ച്മാനായി ജോലി ചെയ്യുന്ന അദ്ദേഹം സുഹൃത്തുക്കളിലൂടെയാണ് ആദ്യമായി ബിഗ് ടിക്കറ്റിനെ കുറിച്ച് അറിയുന്നത്. കഴിഞ്ഞ 4 വർഷമായി സുഹൃത്തുക്കളുടെ സംഘത്തോടൊപ്പം എല്ലാ മാസവും ബിഗ് ടിക്കറ്റിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. സമ്മാന തുകയിൽ നിന്ന് തന്റെ വിഹിതം ഇന്ത്യയിലെ കുടുംബത്തിന് അയക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. മൂന്നാമത്തെ മലയാളിയായ വിജയ് ശരത് ശശിധരനാണ്. UAE-യിൽ ടെക്നീഷ്യനായാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പമാണ് അദ്ദേഹവും ടിക്കറ്റ് എടുത്തത്. തന്റെ വിഹിതം മാറ്റിവെക്കാനാണ് ശരത് ആഗ്രഹിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള 2 വിജയികളിൽ ഒരാൾ അറിഫുസാൻ ആണ്. UAE-യിലെ അജ്മാനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. 10 സുഹൃത്തുക്കൾക്കൊപ്പമാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തത്. വിജയ വിവരം അറിയിച്ചുള്ള കോൾ ലഭിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. വളരെ സന്തോഷമായി അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും എനിക്കിത് വിശ്വസിക്കാൻ ആകുന്നില്ലെന്നും പക്ഷെ വിജയിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. സമ്മാനത്തുക ഭാവിയിലേക്ക് മാറ്റിവെക്കാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാമത്തെ ബംഗ്ലാദേശിയായ വിജയി 32 വയസ്സുകാരനായ സാബുജാണ്. 7 വർഷമായി UAE-യിലുള്ള സാബുജ 4 വർഷമായി ബിഗ് ടിക്കറ്റ് എടുക്കാറുണ്ട്. തനിക്ക് ലഭിച്ച സമ്മാനത്തുക ദൈനംദിന ചെലവുകൾക്കും UAE-യിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി ഉപയോഗിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഓഗസ്റ്റിൽ 26 വിജയികൾക്ക് സമ്മാനങ്ങൾ നേടാം. ബിഗ് സ്പിന്നിൽ പങ്കെടുത്ത് 1 മില്യൺ ദിർഹം നേടാനും അവസരമുണ്ട്. സെപ്റ്റംബർ 3 നടക്കുന്ന ഡ്രോയിൽ 15 മില്യൺ ദിർഹം ഗ്രാൻഡ് പ്രൈസ് നേടാം. 5 പേർക്ക് 1 ലക്ഷം ദിർഹം വീതവും നേടാം. വീക്കിലി ഈ ഡ്രോയിൽ 4 പേർക്ക് ഓരോ ആഴ്ചയും 25,000 ദിർഹം വീതം നേടാം. സെപ്റ്റംബർ 3 ബിഗ് സ്പിന്നിൽ കളിക്കാൻ അവസരം നേടുന്നവരെ അറിയാം. ഒക്ടോബർ 3 ഇവർക്ക് അവസരം. ഡ്രീം കാർ പ്രൊമോഷനും തുടരും. സെപ്റ്റംബർ 3 ലാൻഡ് റോവർ ഡിഫൻഡർ, ഒക്ടോബർ 3 നിസാൻ പട്രോൾ എന്നിവയാണ് നേടാനാവുക. നഗരത്തിലെ ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിന്റെയും മലീഹ സ്ട്രീറ്റിന്റെയും കവലയിൽ താൽക്കാലികമായി റോഡ് വഴിതിരിച്ചുവിടുമെന്ന് ഷാർജ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. കവലകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഓഗസ്റ്റ് 16 ഞായറാഴ്ച മുതലാണ് താൽക്കാലിക അടച്ചിടലും വഴിതിരിച്ചുവിടലും പ്രാബല്യത്തിൽ വരുന്നത്. മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർ ട്രാഫിക് ഡൈവേർഷൻ മാപ്പിൽ നൽകിയിട്ടുള്ള ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു. വാഹനമോടിക്കുന്നവർ യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ സമയവും ബദൽ റോഡുകളും പ്ലാൻ ചെയ്യുക. താൽക്കാലിക ട്രാഫിക് സൈനുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും കർശനമായി പിന്തുടരുക. ഗതാഗത കുരുക്ക് കാരണം യാത്രയ്ക്ക് കൂടുതൽ സമയം എടുത്തേക്കാം എന്നതിനാലാണ് നേരത്തെ ഇറങ്ങേണ്ടത്. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രധാന കവലയിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക. ശരിയായ രീതിയിലുള്ള ഈ ഗതാഗത പ്രവാഹം ഉറപ്പാക്കുന്നതിനും റോഡ് ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ നിയന്ത്രണത്തോടെ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് അതോറിറ്റി അഭ്യർത്ഥിച്ചു. പ്രവർത്തികൾ പൂർത്തിയായി റോഡ് സാധാരണ നിലയിലാകുന്നതുവരെ നിലവിലെ ക്രമീകരണങ്ങൾ തുടരും. UAE-യിൽ റബീഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിനം പ്രമാണിച്ചുള്ള പൊതു അവധി തീയതികൾ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 14 റബീഉൽ അവൽ 1 ആരംഭിച്ചതോടെ ഹിജ്റ കലണ്ടർ പ്രകാരം റബീഉൽ അവൽ 12 വരുന്ന നബിദിനം ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ചയാണ്. എങ്കിലും രാജ്യത്തെ വാരാന്ത്യ അവധി കൈമാറ്റ നയം അനുസരിച്ച് അവധി വെള്ളി ദിവസത്തേക്ക് മാറ്റിയതോടെ UAE-യിലെ ജീവനക്കാർക്ക് തുടർച്ചയായ 3 ദിവസത്തെ നീണ്ട വാരാന്ത്യ അവധി ലഭിക്കും. ഈ വർഷത്തെ നബിദിന അവധിയുമായി ബന്ധപ്പെട്ട് പൊതു സ്വകാര്യ മേഖലകൾക്ക് ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച അവധിയായിരിക്കുമെന്ന് UAE സർക്കാർ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സാധാരണ വാരാന്ത്യ അവധിയുള്ള ജീവനക്കാർക്ക് ഇതോടെ 3 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും. ദുബായ് സർക്കാർ ജീവനക്കാർക്കും ഓഗസ്റ്റ് 28 ഒഫീഷ്യൽ അവധിയായിരിക്കുമെന്ന് ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു.
2025 പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം അനുസരിച്ച് ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ എന്നീ പെരുന്നാൾ അവധികൾ ഒഴികെയുള്ള മറ്റ് പൊതു അവധികൾ പ്രവൃത്തി ദിവസങ്ങളിലാണ് വരുന്നതെങ്കിൽ അവ വാരാന്ത്യത്തിന്റെ ആരംഭത്തിലേക്കോ അവസാനത്തിലേക്കോ മാറ്റാൻ വ്യവസ്ഥയുണ്ട്. അവധിക്ക് ശേഷം ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച മുതൽ രാജ്യത്തെ ഔദ്യോഗിക ഓഫീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങും. 2026-27 അധ്യയന വർഷത്തേക്കുള്ള സ്കൂളുകൾ ഓഗസ്റ്റ് 31 തുറക്കാനിരിക്കെ വേനൽ അവധിക്ക് മുന്നോടിയായി ലഭിക്കുന്ന ഈ ദീർഘിച്ച വാരാന്ത്യ അവധി പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ആശ്വാസമാകും. മുദല്ലിഫിൽ നിന്ന് ജിദ്ദയിലേക്ക് വരുന്ന വഴിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന തിരൂർ സ്വദേശി അന്തരിച്ചു. തിരൂർ വടക്കേ അനാര വയലശ്ശേരി മുഹമ്മദ് അനസ് എന്ന 33-കാരനാണ് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിൽ മരിച്ചത്. പരിക്കേറ്റ ഒരാഴ്ചയായി അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം ജിദ്ദയിൽ മറവു ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പിതാവ് ഇബ്രാഹിം, മാതാവ് ഉസൈബ, ഭാര്യ ഹസ്ന, മകൻ അലൻ, സഹോദരങ്ങൾ ഇർഷാദ്, അനീഷ. 5 വർഷമായി പ്രവാസിയായിരുന്നു. സഹായങ്ങൾക്ക് ജിദ്ദ KMCC വെൽഫെയർ വിംഗ് പ്രവർത്തകർ കൂടെയുണ്ട്. അപ്രതീക്ഷിതമായി വിട പറഞ്ഞ പത്തനംതിട്ട ചന്ദനപ്പള്ളി സ്വദേശി ലെസ്ലി കെ ജോണിന് UK-യിൽ ശനിയാഴ്ച യാത്രാമൊഴി ഒരുങ്ങി. ഓഗസ്റ്റ് 3 UK-യിൽ ജോലിക്കിടെ കുഴഞ്ഞുവീണ് മരിച്ച ലെസ്ലിയുടെ മൃതദേഹം ഓഗസ്റ്റ് 15 ഹേമൽ ഹോസ്പിറ്റലിലെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ചന്ദനപ്പള്ളി കുറ്റി വടക്കേതിൽ കുടുംബാംഗമായ ലെസ്ലി കുടുംബത്തോടൊപ്പം UK-യിലായിരുന്നു താമസം. വെംബ്ലിയിൽ താമസിച്ചിരുന്ന അദ്ദേഹം കെല്ലി കമ്മ്യൂണിക്കേഷൻസിലെ പ്രൊക്യൂർമെന്റ് വിഭാഗത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കോശി ഹിൽഡ കോശി ദമ്പതികളുടെ മകനാണ്. UK-യിലെ ശുശ്രൂഷകൾക്ക് ശേഷം ലെസ്ലിയുടെ ഭൗതിക ശരീരം കേരളത്തിലേക്ക് കൊണ്ടുപോകും. ജന്മനാടായ പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ വെച്ചായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. കുടുംബത്തിന്റെ ഇടവകയായ ചന്ദനപ്പള്ളി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കുന്ന സംസ്കാരത്തിന്റെ തീയതിയും സമയവും പിന്നീട് അറിയിക്കും. UK-യിലെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നിലച്ച ലെസ്ലിയുടെ യാത്രയ്ക്ക് ശനിയാഴ്ച പ്രിയപ്പെട്ടവർ കണ്ണീരോടെ വിട ചൊല്ലും. പിന്നീട് സ്വന്തം നാടിന്റെ മണ്ണിലേക്ക് മടങ്ങുന്ന അന്ത്യയാത്രയ്ക്കായി ചന്ദനപ്പള്ളി കാത്തിരിക്കും. UK-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കുന്നവർ യാത്രയ്ക്ക് മുമ്പ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് നിർദ്ദേശം. പല സ്ഥലങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചില സർവീസുകളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ്. എന്നാൽ മുഴുവൻ സർവീസുകൾക്കും ഇത് ബാധകമല്ല. UAE വിമാനത്താവളങ്ങളിൽ വേനൽക്കാല യാത്രാ സീസണിലെ ഏറ്റവും തിരക്കേറിയ സീസണിലേക്ക് പ്രവേശിക്കുന്ന സഹരാജ്യത്തിലാണ് യാത്രക്കാർക്കുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓണം, സ്വാതന്ത്ര്യദിനം തുടങ്ങിയ ആഘോഷങ്ങൾക്കായി പലരും നാട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. അതിനാൽ വിമാനത്താവളത്തിലെ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നതിന് അധിക സമയം വേണ്ടിവരുമെന്ന് വിമാന കമ്പനികളും വിമാനത്താവള അധികൃതരും യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, കൊച്ചി, തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രക്കാർ നേരത്തെ എത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. UAE-യിൽ വരും ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശനിയാഴ്ച പൊതുവെ തെളിഞ്ഞതോ ഭാഗികമായി മേഘാവൃതമായതോ ആയ കാലാവസ്ഥയായിരിക്കുമെന്നാണ് അറിയിപ്പ്. ഞായറാഴ്ചയോടെ വടക്കൻ കിഴക്കൻ മേഖലകളിൽ ആകാശം മേഘാവൃതമാകാനും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത ചൂടാണ് UAE-യിൽ അനുഭവപ്പെടുന്നത്. ചില പ്രദേശങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കാലാവസ്ഥ മാറുന്നത്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയും തീരപ്രദേശങ്ങളിൽ ഈർപ്പം വർദ്ധിക്കാനും മൂടൽമഞ്ഞിനും സാധ്യതയുമുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 10 മുതൽ 20 കിലോമീറ്റർ വരെ ആയിരിക്കും. ചില സമയങ്ങളിൽ ഇത് 35 കിലോമീറ്റർ വരെ ഉയർന്നേക്കും. അതേസമയം ഒമാനിലും അറേബ്യൻ ഗൾഫിലും കടൽ ശാന്തമായിരിക്കുമെന്നാണ് അറിയിപ്പ്.